നല്ല നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും മാറ്റി നിർത്തിയാൽ പിന്നെ മനുഷ്യജീവിതം എത്ര വിരസമായിരിക്കുമില്ലേ? എന്നാൽ ഈ പ്രതീക്ഷകളും പരിശ്രമങ്ങളും യാഥാർത്ഥ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ആണെങ്കിലോ അത് പ്രയോജനമില്ലെന്ന് മാത്രമല്ല, അപകടവുമാണ്. ഞാനൊരിക്കൽ ഒരു ആശുപത്രിയിൽ ചെന്നപ്പോൾ പരിചയമുള്ള ഒരു സുഹൃത്തിനെ അവിടെ കണ്ടു. അയാൾ പറയുകയാണ്, പിന്നെ ആ ഡോക്ടറെ കാണരുത്, വേറെ ആരെയെങ്കിലും കണ്ടോളൂ. ഞാൻ ചോദിച്ചു, അതെന്താ? അതെ, അങ്ങേര് വാ തുറന്നാൽ നല്ലത് പറയില്ല, പേടിപ്പിച്ചു കളയും, വലിയ ചിട്ടയാ. അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. എനിക്ക് കൗതുകം തോന്നി. അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ ഞാൻ ശ്രമിച്ചു. പറഞ്ഞ ശരിയാണ്. ഈ ഡോക്ടർ അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന രോഗികളെ രോഗം എന്താണെന്നറിഞ്ഞേ ചികിത്സ ആരംഭിക്കൂ. തനിക്ക് ചികിത്സിക്കാൻ പറ്റാത്തതാണെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയിക്കോ എന്ന് തുറന്നു പറയും. ചികിത്സ ആരംഭിച്ചാൽ അത് ചിട്ടയോടെ ചെയ്യണം എന്ന് നിർബന്ധവുമാണ്. രോഗമെന്തെന്നും ചികിത്സ തെറ്റിച്ചാൽ ഫലമെന്താകുമെന്നും മുഖത്തു നോക്കി പറയും. ഇത് മറ്റുള്ളവർക്ക് നല്ല വാക്കായി തോന്നില്ല, പക്ഷേ അതല്ലേ ശരിയായ ചികിത്സ? പക്ഷെ അത് ശരിയായതല്ല. നല്ലത് കേൾക്കണം എന്നതാണ് ജനത്തിന്റെ താൽപര്യം. നല്ലത് കേട്ട് ഒടുവിൽ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലെത്തുമ്പോൾ മാത്രമേ അനേകരുടെയും കണ്ണു തുറക്കൂ. ചിലർ അപ്പോഴും കണ്ണു തുറക്കുകയുമില്ല. ദൈവവചനത്തോടുള്ള ബന്ധത്തിലും ഇത് ശരിയായിരിക്കുന്നു. ദൈവവചനം ക്രമമായി പഠിക്കുന്നതിനോട് എത്ര പേർക്ക് താൽപര്യമുണ്ട് എന്നെനിക്കറിയില്ല. എന്നാൽ തങ്ങളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാത്ത, തിരുത്തപ്പെടേണ്ട കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താത്ത, ആശ്വസിപ്പിക്കുന്ന ദൂതും സന്തോഷിപ്പിക്കുന്ന സന്ദേശങ്ങളും കേൾക്കാൻ ആർക്കും എപ്പോഴും താൽപര്യമാണ്. എന്റെ സുഹൃത്തെ, താങ്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശാരീരിക ക്ലേശങ്ങളും ഉറക്കവും ഒക്കെ അവഗണിച്ച് ദൈവവചനം പഠിക്കാൻ ത്യാഗപൂർവ്വം സമയം കണ്ടെത്തുന്ന താങ്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും താങ്കൾക്കത് അനുഗ്രഹമാകുന്നു എന്ന് താങ്കൾ മനസ്സിലാക്കിയതിനാലാണ് ഈ ത്യാഗം ചെയ്യുന്നത്. ഇന്ന് നാം യെഹെസ്കേൽ പ്രവചനം 13, 14 അധ്യായങ്ങൾ പഠിക്കാൻ പോകുകയാണ്. 13-ാം അധ്യായത്തിൽ കള്ളപ്രവാചകർക്ക് മാത്രമല്ല കള്ളപ്രവാചകിമാർക്കും എതിരായിട്ട് പറയുന്നതായിട്ടുള്ള പ്രവചനമാണ് നാം കാണുന്നത്. സ്ത്രീകളും തെറ്റായ പ്രവചന പരിപാടിയിൽ പങ്കാളികളായിരുന്നു അന്ന് എന്നത് ശ്രദ്ധേയമായിരിക്കും. ഇന്ന് നാം കാണുന്ന അനേകം ദുരുപദേശ കൂട്ടങ്ങൾക്കും തുടക്കമിട്ടതോ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതോ സ്ത്രീകളാകുന്നു എന്ന വസ്തുത എടുത്തു പറയേണ്ടതുണ്ടോ? അത് പറയാൻ അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കില്ല. എന്നാൽ യെഹെസ്കേലിന്റെ കാലത്ത് അത് സത്യമായിരുന്നു. നമ്മുടെ ഈ കാലത്തും അത് സത്യമായിരിക്കുന്നു. യെഹെസ്കേൽ ദൈവവചനം നൽകുന്നത് തുടരുകയാണ്. ഇനിയും 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേലിൽ പ്രവചിച്ചു പോരുന്ന പ്രവാചകന്മാരെക്കുറിച്ച് നീ പ്രവചിച്ചു. സ്വന്തം ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്നവരോട് പറയേണ്ടത്, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും പിന്തുടരുന്ന ബുദ്ധികെട്ട പ്രവാചകന്മാർക്ക് അയ്യോ കഷ്ടം. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഈ പ്രവാചകന്മാർ പ്രവചിച്ചത് അവരുടെ സ്വന്തം ഹൃദയത്തിൽ നിന്നായിരുന്നു. പുൾപിറ്റിൽ നിന്ന് തന്റെ സ്വന്തം കാഴ്ചപ്പാടുകൾ പറയുകയും ദൈവവചനം നൽകാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ മേൽ ദൈവം ദയ കാണിക്കുന്നുണ്ട്. ഇന്ന് വ്യാഖ്യാനത്തിൽ തെറ്റ് പറ്റാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോഴൊക്കെ ഞാനും തെറ്റുവരുത്തിയിട്ടുണ്ടാകാം. എന്നിരുന്നാലും ദൈവവചനം വ്യാഖ്യാനിക്കുവാൻ ഞാൻ ശ്രമിക്കുകയാകുന്നു എന്ന് വ്യക്തമാക്കട്ടെ. ശരിയായി തന്നെ പറയുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. തെറ്റായി പഠിപ്പിക്കുവാൻ യാതൊരു സമ്മർദ്ദവും എന്റെ മേലില്ല. എന്നാൽ ഈ മനുഷ്യർ കേവലം തങ്ങളുടെ സ്വന്തം ചിന്താഗതികൾ, അതായത് തങ്ങൾ ചിന്തിക്കുന്നതെന്തോ അത് പറയുകയായിരുന്നു. അതിനകത്ത് ദൈവത്തെ കൂടി മേപ്പിടി ചേർക്കുക മാത്രമായിരുന്നു. എങ്ങനെ സുഹൃത്തുക്കളെ ഉണ്ടാക്കാം, എങ്ങനെ ജനത്തെ സ്വാധീനിക്കാം, എങ്ങനെ വഴക്കുണ്ടാക്കാതിരിക്കാം, എങ്ങനെ നല്ലത് ചിന്തിക്കാം, തന്നിൽ തന്നെ വിശ്വാസമുള്ളവരായിരിക്കാൻ കഴിയുന്നതെങ്ങനെ, നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു മഹൽ വ്യക്തി എന്നെങ്ങനെ ചിന്തിക്കുക, ഇതൊക്കെയാണ് അവരുടെ സന്ദേശത്തിൽ ഊന്നൽ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ.
ഒരു പാപിയായി സ്വയം കാണുവാൻ കേൾവിക്കാരെ അവർ അനുവദിക്കില്ല. അതാർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. എന്നാൽ അടിസ്ഥാനപരമായി ആ കാര്യം മനസ്സിലാക്കാത്തിടത്തോളം കാലം പുറമെ എന്തൊക്കെ വെച്ച് പൂശിയാലും മണക്കില്ല. കുറെ കഴിയുമ്പോൾ അത് നാറ്റമായി മാറും. സുഹൃത്തെ, ഈ കള്ളപ്രവാചകരുടെ സന്ദേശം ഇതായിരുന്നു: യെരുശലേമിൽ എല്ലാം നന്നായിരുന്നു എന്ന്. ഇനിയും ഞാൻ 13-ാം അധ്യായത്തിന്റെ 17-ഉം 18-ഉം വാക്യങ്ങളാണ് വായിക്കുന്നത്. അതിനിടയിലുള്ളത് നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. 13-ാം അധ്യായത്തിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ. നീയോ മനുഷ്യപുത്ര, സ്വന്തം വിചാരം പ്രവചിക്കുന്നവരായ നിന്റെ ജനത്തിന്റെ പുത്രിമാരുടെ നേരെ നിന്റെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി പ്രവചിച്ചു പറയേണ്ടതെന്നാൽ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ദേഹികളെ വേട്ടയാടേണ്ടതിന് കയ്യേപ്പുകൾക്ക് ഒക്കെയും രക്ഷകളും ഏതു പൊക്കത്തിലുമുള്ളവരുടെ തലയ്ക്കുതകത്തക്ക മൂടുപടങ്ങളും ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾ എന്റെ ജനത്തിൽ ചില ദേഹികളെ വേട്ടയാടി കൊല്ലുകയും നിങ്ങളുടെ ആദായത്തിനായി ചില ദേഹികളെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുന്നു. യെഹെസ്കേലിന് കള്ളപ്രവാചകരെ തടയേണ്ടിയിരുന്നു. ദൈവം അവനോട് പറയുന്നത്, സ്വന്ത വിചാരം പ്രവചിക്കുന്നവരായ നിന്റെ ജനത്തിന്റെ പുത്രിമാരുടെ നേരെ നിന്റെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി പ്രവചിച്ചു പറക എന്നത്രേ. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ ദൈവം മുൻപാകെ നിമ്രോദിനെ നായാട്ടുവീരനെന്നും അതുപോലെയുള്ള കാര്യങ്ങളായി വിളിക്കുന്നതായി നാം കാണുന്നു. വാസ്തവത്തിൽ അവൻ മനുഷ്യജീവന്റെ നായാട്ടുകാരനായിരുന്നു. അതുതന്നെയാണ് ഈ കള്ളപ്രവാചകരും ചെയ്യുന്നത്. അവർ മനുഷ്യ മനസ്സുകളെ വേട്ടയാടുന്നു. സ്ത്രീകളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഇന്നും അവർക്കാണല്ലോ ഇക്കാര്യത്തിൽ കൂടുതൽ ഉത്സാഹം. എവിടെയും കയറി ചെല്ലാൻ അവരെ കൊണ്ട് കഴിയുമല്ലോ. 2 പത്രോസ് 2:1 അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അതായത് ഇസ്രായേലിൽ. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്കു വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. എത്ര ഭയങ്കരമല്ലേ! ഭാവി പറയുന്നവരും പരേതാത്മാക്കളുമായി സമ്പർക്കം പുലർത്തുന്നവരും മന്ത്രവാദിനിയും അതുപോലെയൊക്കെ പല കാര്യങ്ങളും അറിയപ്പെടുന്ന പല സ്ത്രീകളെയും നാം ഇന്ന് കാണുന്നുണ്ടല്ലോ. അധ്യാത്മവാദത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് അവർ അതിന്റെ മാധ്യമങ്ങളായിരിക്കുന്നു. നമുക്കിടയിലും ഇങ്ങനെ സ്വയം പ്രഖ്യാപിത കള്ളപ്രവാചകരുണ്ട് എന്നത് നാം ശ്രദ്ധിച്ചിരിക്കേണ്ടതത്രേ. യേശു എന്ന് പറഞ്ഞും ദൈവമെന്ന് പറഞ്ഞും പരിശുദ്ധാത്മാവെന്നും പറഞ്ഞ് വരുന്നവരെല്ലാവരും ദൈവവചനം ശരിയായി പറയുന്നവരും പഠിപ്പിക്കുന്നവരും ആകുന്നു എന്ന് തെറ്റിദ്ധരിക്കരുതേ. യേശുവിന്റെ പേരെടുത്തുകൊണ്ട് ഒരുപാട് പേര് വരും. അവർ പറയുന്നത് ദൈവവചനമാണോ, അവർ ദൈവത്തിങ്കിൽ നിന്നും വന്നവരാകുന്നു എന്ന് പരിശോധിക്കുവാൻ ദൈവവചനം നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഏത് പൊക്കത്തിലും ഉള്ളവരുടെ തലയ്ക്ക് തക്ക മൂടുപടങ്ങളും ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് അയ്യോ കഷ്ടമെന്ന്. ഈ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നോ, ഒരു മന്ത്രത്തകിട്, അതായത് രക്ഷകൾ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു വസ്തു അവരുടെ കൈമേൽ കെട്ടുവാൻ കൊടുത്തിരുന്നു. എന്തിനെന്നോ, അതെ, അപകടത്തിൽ നിന്നും രക്ഷ കിട്ടാൻ, രോഗം വരാതിരിക്കാൻ. ഇന്നും ഇങ്ങനെ ചില വസ്തുക്കൾ പ്രാർത്ഥിച്ച് വീടിന്റെയോ പറമ്പിന്റെയോ മൂലകളിൽ കുഴിച്ചിടുന്ന രീതി ചിലർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഏത് പൊക്കത്തിലും ഉള്ളവരുടെ തലയ്ക്ക് തക്ക മൂടുപടങ്ങളും ഉണ്ടാക്കുന്ന സ്ത്രീകൾക്കെന്ന് അവർ പ്രാർത്ഥിച്ച് ഒരു തൂവാല താങ്കൾക്ക് തരും. ദൈവത്തിലുള്ളതിനേക്കാൾ അത് താങ്കൾക്ക് നന്മ തരും എന്നത്രേ അവരുടെ വാഗ്ദാനം. എന്റെ സുഹൃത്തെ, ഇന്ന് താങ്കൾ കാണുന്ന ഈ തെറ്റായ കാര്യങ്ങൾ പുതിയ കാര്യങ്ങളല്ല. മനുഷ്യവർഗത്തോളം തന്നെ അതിന് പഴക്കമുണ്ട്. കാരണം പിശാച് അന്നേ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. തന്റെ കാലത്ത് യെഹെസ്കേൽ ഇത് വ്യക്തമായി പ്രസ്താവിച്ചപ്പോൾ അത് ദൈവത്തിന്റെ വചനമായിരുന്നു, അവന്റെ സ്വന്തം വാക്കുകൾ ആയിരുന്നില്ല. ഇനി ഞാൻ 14-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 14-ാം അധ്യായം 2 പ്രധാന ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലിലെ മൂപ്പന്മാരുടെ വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള പ്രവചനവും യെരുശലേമിന്റെ നാശത്തെക്കുറിച്ചുള്ള തീർപ്പും. ഈ 2 ഭാഗങ്ങളും ആരംഭിക്കുന്നത് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. 2-ാം വാക്യവും
12 വാക്യം. എന്തുകൊണ്ട് ദൈവം യെരുശലേം പട്ടണത്തെ ന്യായം വിധിച്ചു എന്നതിന്റെ സംക്ഷേപം ഈ അധ്യായത്തിലും തുടരുകയാണ്. ഇവിടെ ദൈവം അതിന് വെച്ച പ്രമാണങ്ങൾ ഇക്കാലത്തേക്കും കൂടി ബാധകമാണ്. അതേ സുഹൃത്തെ, ദൈവം ഇപ്പോഴും ജാതികളെ ന്യായം വിധിച്ചുകൊണ്ടിരിക്കുന്നു. ദുഷ്ടന്മാരുടെ വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള പ്രവചനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ വാക്യങ്ങളിൽ യെഹെസ്കേൽ ഇസ്രായേലിലെ മൂപ്പന്മാരെ മാനസാന്തരത്തിനായി ആഹ്വാനം ചെയ്യുകയാണ്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നാം പരിശോധിക്കുന്നുവെങ്കിൽ മാനസാന്തരപ്പെടുക എന്നത് തന്റെ ജനത്തിനുള്ള, അതായത് ദൈവജനമെന്ന് നടിക്കുന്നവർക്കുള്ള ദൂതാകുന്നു എന്ന് കാണാൻ കഴിയും. മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുക, ഇതായിരിക്കും യെഹെസ്കേലിന്റെ ഇവിടുത്തെ സന്ദേശം. 14 അധ്യായം നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് നോക്കുമെങ്കിൽ അതിന്റെ ആദ്യത്തെ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. 14:1. ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ എന്റെ അടുക്കൽ വന്ന് എന്റെ മുമ്പിലിരുന്നു. നോക്കുക, മൂപ്പന്മാർ യെഹെസ്കേലിന്റെ അടുത്ത് ചെന്ന് അവർ എത്ര ദൈവഭക്തിയുള്ളവരായി അഭിനയിച്ചെന്നോ. പ്രവാചകനിൽ നിന്നും ദൈവത്തിന്റെ ദൂത് കേൾക്കാൻ വളരെ താൽപര്യമുള്ളവരായി അവർ നടിച്ചു. കർത്താവിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന നാട്യത്തിൽ ഒരു വലിയ ബൈബിളും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരാൾ സഭയിൽ വരുന്നതുപോലെ അവർ വളരെ ഭക്തിപുരസരം പ്രവാചകന്റെ അടുത്ത് വന്നു. 2-3 വാക്യങ്ങൾ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യഹേതു തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ? യഥാർത്ഥത്തിൽ ഈ മൂപ്പന്മാർ പറഞ്ഞത് എന്താണെന്നോ? സഹോദര യെഹെസ്കേലേ, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കില്ല. അവർ ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയില്ല എന്നത് നേരായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന്. ദൈവപുരുഷൻ എന്ന് നടിച്ച ഒരു മനുഷ്യനായിരുന്നു ശിംശോൻ. ചില സമയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവായിരുന്നു അവന്റെ ശക്തിയുടെ രഹസ്യം, ഒരിക്കലും അവന്റെ തലമുടിയായിരുന്നില്ല. എന്നാൽ അവൻ പുറത്തുപോയ സമയത്ത് അവൻ ആഗ്രഹിക്കാത്ത ഒരു ദിവസം വന്നു. പരിശുദ്ധാത്മാവ് പുറത്തുപോയ സമയത്ത് ദൈവാത്മാവ് തന്നിൽ നിന്നും മാറ്റപ്പെട്ടത് അവൻ അറിഞ്ഞില്ല. അവൻ പാപത്തോട് കളിച്ചും രസിച്ചും കൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ ഒരു ദൈവപുരുഷനായിരിക്കാനും ആഗ്രഹിച്ചു. അതിന്റെ അവസാനം എത്ര ദുഃഖകരമായിരുന്നു. ആത്മഹത്യ ചെയ്തവരും അങ്ങനെ നശിച്ചവരുമായ ആളുകളുടെ കൂട്ടത്തിൽ അവൻ എണ്ണപ്പെട്ടു. ശിംശോന്റെ ചരിത്രം അതോടെ അവസാനിച്ചു. ഇന്ന് സഭയിലുള്ള പലരും പാപത്തോട് കളിച്ചും രസിച്ചും ഇങ്ങനെ ജീവിച്ചു പോകാം എന്ന് ചിന്തിക്കുന്നവരാ. എന്റെ പ്രിയ സ്നേഹിത, അവർക്കങ്ങനെ തുടരാനാവില്ല എന്ന കാര്യം മറക്കരുത്. ന്യായവിധി ഒഴികഴിവില്ലാത്തതാണ്. അവർ ഒരുപക്ഷെ മതത്തിന്റെ ചട്ടക്കൂടുകളും ആചാരങ്ങളും കൂട്ടായ്മയുമൊക്കെ പാലിക്കുന്നവരാകാം. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയത്തിൽ വിഗ്രഹങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. യെഹെസ്കേലിനോട് ദൈവം പറഞ്ഞു, ഈ മനുഷ്യർ കപടനാട്യക്കാരാണെന്ന്. അവന്റെ ദൂത് കേൾക്കാൻ എന്ന വ്യാജേന അവർ അവന്റെ അടുത്തെത്തിയതായിരുന്നു. അവർ ഒരിക്കലും അത് കേൾക്കയില്ല. അവർ പിന്നിലേക്ക് തിരിയുമ്പോൾ അവർ അവന്റെ പിന്നിൽ കത്തി പ്രയോഗിക്കും. ഇനി ഞാൻ 4-5 വാക്യങ്ങൾ വായിക്കട്ടെ. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹത്തിൽ തന്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചും തന്റെ അകൃത്യഹേതു തന്റെ മുമ്പിൽ വെച്ചും കൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വരുന്ന ഏവനോടും യഹോവയായ ഞാൻ തന്നെ ഇസ്രായേൽ ഗൃഹത്തെ അവരുടെ ഹൃദയത്തിൽ പിടിക്കേണ്ടതിന് അവന്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിന് തക്കവണ്ണം ഉത്തരമരുളും. അവർ എല്ലാവരും തങ്ങളുടെ വിഗ്രഹങ്ങൾ നിമിത്തം എന്നെ വിട്ടകന്നിരിക്കുന്നുവല്ലോ. ദൈവം പറയുകയാണ്, താൻ ഈ മനുഷ്യരെ ന്യായം വിധിക്കുമെന്ന്. കർത്താവായ യേശുക്രിസ്തു തന്റെ കാലത്ത് മതത്തിന്റെ ഭരണകർത്താക്കളെ വിളിച്ചത് കപടഭക്തരെ എന്നായിരുന്നു. മറ്റാരും ഉപയോഗിച്ചിട്ടില്ലാത്ത, ഉപയോഗിക്കാൻ ധൈര്യപ്പെടാത്ത ഭീകരവും നീചവുമായ വാക്കുകൾ ഉപയോഗിച്ചത് കർത്താവായിരുന്നു എന്ന് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. എന്നാൽ അവ നീചമായിരുന്നില്ല, സത്യമായിരുന്നു. ഈ ജനത്തിനിടയിലെ ആത്മീയ നേതാക്കളോടാണ് യെഹെസ്കേൽ സംസാരിക്കുന്നത്. ഇതെത്ര ദുഃഖകരമായിരിക്കുന്നല്ലേ. ദൈവം അവരെ ന്യായം വിധിക്കാൻ പോകുന്നു. കപടമതങ്ങളെ ദൈവം എപ്പോഴും ന്യായം വിധിക്കും. എപ്പോഴൊക്കെ ഒരു സഭയോ
ഒരു വ്യക്തിയോ സത്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നുവോ, അപ്പോഴൊക്കെ ദൈവം അതിനെ ന്യായം വിധിക്കുന്നു എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. 6 വാക്യം 14:6. ആകയാൽ നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ അനുതപിച്ച് നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടുതിരിവീൻ, നിങ്ങളുടെ സകല മ്ലേച്ഛ ബിംബങ്ങളിലും നിന്ന് നിങ്ങളുടെ മുഖം തിരിപ്പീൻ. നോക്കുക, ദൈവം ഇവരെ കാപട്യക്കാരുടെ നിരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അവർ വ്യാജന്മാരാണ്, ഹൃദയത്തിൽ വിഗ്രഹം സൂക്ഷിക്കുന്നവർ, ഹൃദയത്തിൽ പാപമുള്ളവർ. ശിംശോനെ സംബന്ധിച്ച് മതിപ്പോടെ ചിലർ പറഞ്ഞേക്കാം, എന്നാൽ ആ മനുഷ്യൻ ജീവിച്ചതുപോലെ ജീവിക്കുന്നതും അവന്റെ മേൽ വന്ന ശിക്ഷാവിധി വരുന്നതും ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നു, ഭയപ്പെടുന്നു. എന്നിരുന്നാലും സഭയ്ക്കുള്ളിലിരിക്കുമ്പോൾ തന്നെ പാപത്തിൽ ജീവിക്കാനും പാപത്തിന്റെ ഫലം രുചിക്കാനും ഇഷ്ടപ്പെടുന്ന ജനങ്ങളോട് എങ്ങനെ നാം ഇടപെടണം എന്നെനിക്കറിയില്ല. പുറമെ അവർ ശക്തമായി നിന്ദിക്കുന്ന കാര്യങ്ങൾ ഏതോ അത് ചെയ്യുവാൻ ഹൃദയത്തിൽ അവർ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ പഴയ സ്വഭാവം ചീത്തയാണ് സുഹൃത്തെ. ദൈവം പറയുന്നു, മാനസാന്തരപ്പെടുക, എങ്കിലേക്ക് വരിക എന്ന്. അവൻ ഇസ്രായേലിനോട് ദയാലുവാകുന്നു. യഥാർത്ഥ ഭക്തരായി തീരാൻ അവൻ അവർക്കൊരു അവസരം കൊടുക്കുകയാണ്. എന്നാൽ അവർ മനം തിരിഞ്ഞില്ല, മടങ്ങി വന്നില്ല. സുനിശ്ചിതമായ യെരൂശലേമിന്റെ നാശത്തെക്കുറിച്ചാണ് തുടർന്ന് നാം കാണുന്നത്. കള്ളപ്രവാചകർ ചുറ്റി നടന്നുകൊണ്ട് പറയുകയാണ്, ദൈവം യെരൂശലേമിനെ ഒഴിവാക്കും, അത് ദൈവത്തിന്റെ പട്ടണമല്ലേ, അവൻ അതിനെ ഇഷ്ടപ്പെടുന്നു, അവന്റെ കണ്ണ് അതിന്മേൽ ഉണ്ട് എന്നല്ലേ അവൻ പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള അനേകം വേദഭാഗങ്ങൾ അവർക്ക് ഉദ്ധരിക്കാനും കഴിഞ്ഞു. ഇന്നും തെറ്റായ ഒരു ഉപദേശത്തെ ന്യായീകരിക്കാൻ ഒരു പ്രത്യേക വേദഭാഗമോ മറ്റെന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഇവിടെ നിന്നും അവിടെ നിന്നുമുള്ള ഓരോ വാക്യമെടുത്ത് ആ ഉപദേശത്തെ സമർത്ഥിക്കാൻ താങ്കൾക്ക് കഴിയില്ല. അതിന് തിരുവചനത്തിൽ നൽകിയിരിക്കുന്ന സമ്പൂർണ്ണ ചിത്രം താങ്കൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരിക്കലും കള്ളസിദ്ധാന്തങ്ങളെ താങ്കൾക്ക് പിന്തുടരുവാൻ ആവില്ല, പിന്താങ്ങാനാവില്ല. ഈ പ്രവാചകർ തെറ്റിപ്പോയിരുന്നു. യെരൂശലേമിനെ ന്യായം വിധിക്കുമെന്ന് ദൈവം ഖണ്ഡിതമായി പറയുകയാണ്. 14, 12, 13 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, ഒരു ദേശം എന്നോട് ദ്രോഹിച്ച് പാപം ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ നേരെ കൈനീട്ടി അപ്പം എന്ന കോൽ ഒടിച്ച് ക്ഷാമം വരുത്തി മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഛേദിച്ചു കളയും. ദൈവം യെഹെസ്കേലിനോട് പറയുകയാണ്, ഈ പട്ടണം ഒരു മത്സര പട്ടണമാണ്, എന്നോട് എതിർത്തു നിൽക്കുന്നു. അത് നിരന്തരമായി എന്നോട് മത്സരിച്ചു. എങ്കിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ അവർക്ക് അവസരം പലപ്പോൾ നൽകി, പക്ഷേ അവർ മടങ്ങി വന്നില്ല. താൻ എന്താണ് പറയുന്നത് എന്ന് ദൈവത്തിന് നല്ല നിശ്ചയമാകുന്നു. ന്യായവിധി ഒഴിവാക്കാനാവാത്തതാണ്. ദൈവം എത്ര ഗൌരവത്തിലാണ് ഇത് പറയുന്നത് എന്ന് ശ്രദ്ധിക്കൂ. ഞാൻ ഇനിയും 14 വാക്യം വായിക്കട്ടെ. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിൽ ഉണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ദൈവം പറയുന്നത് ശ്രദ്ധിക്കൂ. ഇനിയും നോഹ തന്നെ യെരൂശലേം പട്ടണത്തിൽ ഉണ്ട് എന്ന് വന്നാലും അവർ അവനെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ആ ജനത്തിന് നോഹ നൽകിയ മുന്നറിയിപ്പ് എത്ര ഗൌരവമേറിയതായിരുന്നു എന്ന് ഒന്ന് ഭാവന ചെയ്തു നോക്കൂ. പക്ഷേ അവന്റെ കാലത്തെ ആ ജനങ്ങൾ അവനെ ശ്രദ്ധിച്ചില്ല. അവനിപ്പോൾ യെരൂശലേമിൽ ഉണ്ടായിരുന്നാലും ജനം അവനെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. നോഹയുടെ പെട്ടകം കണ്ടുപിടിച്ചതിലുള്ള ആശ്ചര്യത്തെ കാണുമ്പോൾ എനിക്ക് കൗതുകം തോന്നുകയാണ്. അവർ അത് കണ്ടുപിടിച്ചിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, ഈ കണ്ടുപിടുത്തം എത്രമാത്രം വിശ്വാസികളെ ഉണ്ടാക്കും എന്നാണ് താങ്കൾ ചിന്തിക്കുന്നത്? നോഹ തന്നെയും ഇന്നിവിടെ ആയിരുന്നുവെങ്കിൽ ആർ അവനെ വിശ്വസിക്കും? അന്ന് വിശ്വസിച്ചില്ല എന്ന് നാം കുറ്റപ്പെടുത്തും. പക്ഷെ ഇന്ന് വന്നാൽ വിശ്വസിക്കുമോ? ആ ജനം നോഹയെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ദാനിയേലിനെയും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ നെബൂഖദ്നേസർ ദാനിയേലിനെ ശ്രദ്ധിച്ചു. അത് ദാനിയേലിന് എത്ര ബഹുമാന സൂചകമായിരുന്നു. ആദ്യത്തെ ലോകശക്തിയായ ബാബേലിലെ ഭരണാധികാരി നെബൂഖദ്നേസർ ദാനിയേലിനെ മാനിച്ചു. ബാബിലോണിൽ ദാനിയേലിനെ നല്ല അവസ്ഥയിൽ, നല്ല ഒരു സ്ഥാനത്ത് ആക്കി വെച്ചു. അവർ അവനെ മാനിച്ചു. അവൻ ദൈവപുരുഷനെന്ന് അവർ മനസ്സിലാക്കി. അതെ, ദൈവം പറയുകയാണ്, ഇസ്രായേല്യർ നോഹയെയോ ദാനിയേലിനെയോ ഇയ്യോബിനെയോ ശ്രദ്ധിക്കുകയില്ല എന്ന്. അവർ അത്ര കഠിന ഹൃദയരായി കഴിഞ്ഞു. 17 വാക്യം.
അല്ലെങ്കിൽ ഞാൻ ആ ദേശത്തിൽ വാൾ വരുത്തി, വാളെ നീ ദേശത്തുകൂടെ കടക്കുക എന്ന് കൽപ്പിച്ചു മനുഷ്യരെയും മൃഗങ്ങളെയും അതിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞാൽ ആ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും എന്നാണ അവർ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാതെ അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആ പട്ടണത്തിൽ വാൾ വരുത്തുമെന്നത്രേ ദൈവം പറയുന്നത്. നെബൂഖദ്നേസറിനെ അതിനായി ആ പട്ടണത്തിൽ ദൈവം അനുവദിക്കാൻ പോകുകയാണ്. അവൻ അതിനെ നശിപ്പിക്കും. 20 വാക്യം, നോഹയും ദാനിയേലും ഇയ്യോബും അതിലുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രനെയോ പുത്രിയെയോ രക്ഷിക്കാതെ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക. നോഹയ്ക്ക് പോലും ആ പട്ടണത്തിൽ തന്റെ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്നത്ര ദൈവം പറയുന്നത്. ദാനിയേൽ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവനും അവരെ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ദൈവം ദാനിയേലിനെ ആദ്യം ആ പട്ടണത്തിന് വെളിയിലാക്കിയത്. ദൈവത്തിന്റെ ജനം അവനെ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ജാതീയനായ ബാബേൽ രാജാവ് ദാനിയേലിനെ ശ്രദ്ധിച്ചു. അവനെ മാനിച്ചു. അവനെ അവിടെ പ്രധാനമന്ത്രിയാക്കി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് യഥാർത്ഥത്തിൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന ജനങ്ങളുള്ള എത്ര സഭകളുണ്ട്? വളരെയേറെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാനൊരു ദോഷൈക ദൃക്കായി പറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? വാസ്തവത്തിൽ ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ സ്ഥിതിയും ദൈവവചനവും തമ്മിലുള്ള ബന്ധം എന്താകുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ സുഹൃത്തെ. അത് വചനത്തിൽ നിന്നും വളരെ മാറിപ്പോയിരിക്കുന്നു. എന്റെ സുഹൃത്തെ, സഭയിലെ ജനങ്ങൾ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന പുറത്തുള്ള ജനത്തിനിടയിലേക്ക് അവൻ കടന്നുപോകുന്നു. ദാനിയേൽ യെരുശലേമിൽ ഒരു നന്മയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ ബാബേലിൽ ഒരു ഉന്നത സ്ഥാനത്തായിരുന്നു. ആ ജാതീയ രാജാവ് അവനെ ശ്രദ്ധിച്ചു. അതേ സുഹൃത്തെ, ദൈവത്തെ ശ്രദ്ധിക്കുന്നതിന് നല്ല താൽപര്യമുള്ള ജനങ്ങൾ സുവിശേഷം കേൾക്കേണ്ടതിനായി അവർക്കിടയിലേക്ക് ദൈവം ആളുകളെ അയക്കാൻ താൽപര്യപ്പെടുന്നു. അവർ മാന്യതരാകാൻ പോകുന്നു. അവരെ ശ്രദ്ധിക്കുന്നവർ അനുഗ്രഹീതരായിത്തീരുന്നു. മാനസാന്തരപ്പെടുക എന്നത് തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ ശക്തമായ ദൂതാകുന്നു. അതവന്റെ കൽപ്പനയാകുന്നു. നല്ലതായി തോന്നുന്നതിലേക്ക് എന്നതല്ല, ശരിയായതിലേക്ക് മടങ്ങിവരിക എന്നതാണ് ദൈവത്തിന്റെ ആഹ്വാനം. കള്ളപ്രവാചകർ നല്ലതെന്ന് പറഞ്ഞത് പക്ഷേ ശരിയായിരുന്നില്ല. ശരിയും തെറ്റും വേർതിരിച്ചു തരുന്നത് ദൈവവചനമാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ വന്നപ്പോൾ, ദൈവവചനം അവരുടെ നാവിൽ നൽകപ്പെട്ടപ്പോൾ, നല്ലതെന്നും വിലയേറിയതെന്നും ലോകം പറഞ്ഞതൊക്കെയും അവർ ശരി അല്ലെന്ന് മനസ്സിലാക്കി. അവരുടെ വാക്ക് കേട്ടവരും അവരെ പ്രശംസയായി കരുതിയിരുന്ന മതത്തിന്റെ പ്രവൃത്തികളും മഹത്വവും നിഷ്പ്രയോജനമെന്ന് തിരിച്ചറിഞ്ഞു. നോക്കണം, അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്നവർ അപ്പോസ്തലന്മാരോട് ചോദിച്ചു. അവർ പറഞ്ഞത് അത്രയും അവർ സ്വീകരിച്ചു. അതേക്കുറിച്ച് നാം വായിക്കുന്നത്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റ് അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ 2:41-42. അങ്ങനെ യെരുശലേമിലെ സഭ സ്ഥാപിതമായി. ആദ്യത്തെ സഭ. എത്ര അനുഗ്രഹീതമായ ഒരു അനുഭവമാകുന്നു സുഹൃത്തേ ഇത്. വാസ്തവത്തിൽ നമുക്കിന്ന് മാനസാന്തരത്തിന്റെ ആവശ്യമില്ലേ? യഥാസ്ഥാനത്വത്തിന്റെ ആവശ്യമില്ലേ? ആത്മപരിശോധന നടത്തിയാലും. അതിനായി ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ സഹായിക്കും.